നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയക്കൂടി പാറിച്ചു കഴിഞ്ഞു. ഒപ്പം അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇതാ ജയിച്ച് കയറിയിട്ടുമുണ്ട്. കയറിയ പാടെ തന്നെ പലയിടങ്ങളിൽ നിന്നും വിമർശനങ്ങൾ പലർക്കും തുടങ്ങിയിട്ടുണ്ട്, പല വിവാദങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിതാ അതിനുശേഷം അടുത്ത ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും സ്ഥാനാർത്ഥികൾ, ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്ന ചർച്ചയാണ് ഇപ്പോൾ പ്രധാനമായി നടക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്പസമയം മുൻപ് ചാണ്ടി ഉമ്മൻ മത്സരിക്കുന്നില്ല എന്നൊരു വാർത്ത വന്നിരുന്നു. എന്നാൽ പിന്നീട് ചാണ്ടിയുടെ ആവശ്യം, ചാണ്ടി പറയുന്നത് എന്നെക്കാൾ യുവാക്കൾ വരട്ടെ, വന്ന് ജയിക്കട്ടെ, അവർ കളരിയിൽ ഇറങ്ങട്ടെ എന്നുള്ള രീതിയിലാണ്. എന്നാൽ കോൺഗ്രസ് ചാണ്ടിയുടെ ആവശ്യം അപ്പാടെ തള്ളുകയായിരുന്നു. ഇനി കൊല്ലത്തേക്ക് വരാം. കൊല്ലത്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. CPM സ്ഥാനാർത്ഥികളുടെ നിർണയ ചർച്ചകളോ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളോ ഒന്നും എവിടെയും നടത്തിയിട്ടില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ചില സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞു. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്, പല സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും ശരിയാകുന്ന കാഴ്ച നമ്മൾ പിന്നീട് കണ്ടതാണ്. ഇപ്പോഴിതാ കൊല്ലം എന്ന് പറയുന്ന സ്ഥലം കണ്ണൂരിനേക്കാൾ കൂടുതൽ CPM എന്ന പാർട്ടിയുടെ വേരുള്ളതും ശക്തമായ രാഷ്ട്രീയ ഒരു മത്സരം നടക്കുന്നതും ഒക്കെ തന്നെ കൊല്ലത്തായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കിട്ടിയത് UDF പിടിച്ചെടുത്ത, സത്യത്തിൽ UDF സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വിജയം തന്നെയാണ് UDFന് കൊല്ലത്ത് ലഭിച്ചിരുന്നത്. അതേ വിജയം തന്നെ നിലനിർത്താൻ വേണ്ടി അവർ 18 അടവുകൾ നടത്തുമ്പോൾ CPMന് 2 അഭിപ്രായങ്ങളേ ഉള്ളൂ. ഒന്ന്, CPM അവിടെ കൊല്ലത്ത് നിന്നും മുകേഷിനെ മാറ്റുക, മറിച്ച് അവിടെ ചിന്താ ജെറോമിനെ കൊണ്ടുവരിക. എങ്ങനെയുണ്ട് ആ തീരുമാനം? കഷ്ടിച്ചാണ് എങ്ങനെയൊക്കെ അവർ പലയിടത്തും തട്ടിയും മുട്ടിയും ജയിച്ചത്. അതും കൂടി ഇല്ലാതാക്കാനുള്ള പുതിയ ചിന്തയാണോ ചിന്തയെ നിർത്തുക എന്നാണ് പലരും പറയുന്നത്. എന്തായാലും ചിന്താ ജെറോമിനെ നിർത്തുക എന്ന ചിന്ത മോശമാണ്, മുകേഷിനെ മാറ്റാമെന്ന ചിന്ത വളരെ നല്ലതാണെന്നും പലരും പറയുന്നുണ്ട്. എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്ന പോലെ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മുകേഷിന് പകരം കൊല്ലത്ത് ചിന്താ ജെറോം, മുകേഷിന് പകരം ചിന്ത വന്നാൽ കൊല്ലത്ത് ജയിച്ചു കയറുമോ എന്നാണ് ചോദ്യം. എന്തായാലും പലരുടെയും അഭിപ്രായം നമുക്ക് നോക്കാം. അപ്പോൾ UDFന് ഒരു സീറ്റ് ഉറപ്പായി, ഗുഡ് ഇനഫ് ടു ബി ബബ്ലൂസ്ഡ് എന്നാണ് പറയുന്നത്. മുകേഷിനെ മാറ്റണമെന്ന നല്ല ചിന്തയാണ്, പക്ഷെ ഈ ചിന്ത പോരാ. ബിന്ദു കൃഷ്ണയ്ക്ക് ജയിക്കാൻ ഇതിലും മികച്ചൊരു അവസരം വേറെ ഇല്ല. ജയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് വരെയാകും. കൊല്ലം മാസാണ്ടാ, ആരെ നിർത്തിയാലും ഗോവിന്ദ തന്നെ. അപ്പോ ആ സീറ്റും പോയി കിട്ടി എന്ന് പറയാം. ജയിക്കുമോ എന്ന് അറിയില്ല. എന്തായാലും ജയിച്ചാലും ശരി തോറ്റാലും ശരി, ചിന്ത ഇപ്പോഴും എയറിൽ തന്നെ കയറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറയുന്നു. ആൾക്കാർ ചിന്തിച്ചേ വശം കെട്ടു, ജയിക്കുമെന്നുള്ള ചിന്ത മാറിക്കിട്ടും. വാഴക്കുല വെട്ടി വിൽക്കാം എന്ന് പറയുന്നവരുണ്ട്. UDF ആ സീറ്റും ഉറപ്പാക്കി എന്ന് പറയുന്നു. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഇഷ്ടമല്ല ഇവരെ. ടുഡേസ് നോ ടുമാറോ യെസ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നവർ ധാരാളമുണ്ട്. ചിന്ത വന്നാൽ ജനങ്ങൾ ചിന്തിച്ചിട്ടേ ചെയ്യൂ. 10 ഫയർ എഞ്ചിൻ പറഞ്ഞു വെച്ചേക്ക് അണയ്ക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ജയം ഉറപ്പല്ലേ എന്ന് പറയുന്നുണ്ട്. ആര്യ രാജേന്ദ്രന്റെ പ്രകടനം നമ്മൾ കണ്ടു, ഭരണം BJP കൊടുത്തു, അതിലെ മികച്ച കുലയായിരിക്കും ചിന്തക്കുല എന്ന് പറയുന്നവരുണ്ട്. ചിഹ്നം വാഴക്കുല എന്ന് പറയുന്നുണ്ട്. മന്ദബുദ്ധികൾ ചിന്തയ്ക്ക് വോട്ട് ചെയ്യും എന്ന് തമാശയ്ക്കൊക്കെ ചിലർ പറയുന്നുണ്ട്. ആർട്ട് ഓഫ് പൊളിറ്റിക്സ്, സെൽഫി എന്നിങ്ങനെ പ്രബന്ധങ്ങളുള്ള ഡോക്ടറ, പോരാഞ്ഞിട്ട് ജിമിക്കി കമലും ക്യൂബയിൽ ജനിച്ച ഈ കഞ്ചൻ ചെഗുവും കൊല്ലത്തുകാരുടെ ഓരോ ഭാഗ്യങ്ങളെ എന്ന് പറയുന്നുണ്ട്. ഒരേ വണ്ടിക്ക് വെച്ച് കെട്ടാൻ പറ്റിയ 2 പാഴ് ജന്മങ്ങളാണെന്ന് ചിലർ പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുപോലെ തന്നെ. ഇടത്തിന്റെ കോട്ടയായ കൊല്ലം കൈവിട്ടു പോകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം കൈവിട്ട മട്ടാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണല്ലോ കണ്ടത്. 140 MLA-മാരിൽ ഒരാൾ ചിന്താ ജെറോം ആയിരിക്കും മത്സരിച്ചാൽ എന്ന് പറയുന്ന ചിലരുണ്ട്. ചിന്തയല്ലേ, അപ്പോ വലിയ ബുദ്ധിമുട്ടില്ലാതെ കേറിക്കൊള്ളും, അതായത് എയറിൽ കേറിക്കൊള്ളും എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഓരോ പൊതിച്ചോറ് ഉറപ്പ്, ക്ലീനായി നീറ്റായി തോക്കും. ജനങ്ങൾ ചിന്തിക്കും വാഴക്കുല എന്തിനാണ്, BJP സ്ഥാനാർത്ഥി വിജയിപ്പിക്കേണ്ടേ, അതിനല്ലേ ചിന്ത നിർത്തുന്നത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി ചാനലുകൾ നടത്തിയ ചർച്ചകളിൽ പോലും ഈ ചിന്താ ജെറോമിനെ കൊണ്ടുവരരുത് എന്ന് പാർട്ടിക്കാർ പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിലയിലാണ് ചിന്താ ജെറോമിനെ മത്സരിക്കാനായി നിർത്തുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചിന്താ ജെറോമിനെ കൊല്ലത്ത് നിർത്തിയാൽ കൊല്ലം പിടിക്കുമോ CPM?